ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. 1 ദിനവൃത്താന്തം 4:10. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇവിടെ യാബേസിൻ്റെ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സഹായമില്ലാതെ ജീവിതത്തിലെ യഥാർത്ഥ പുരോഗതിയും സുരക്ഷയും നേടാനാവില്ല എന്നതാണ്. അവൻ തൻ്റെ അതിരുകൾ വിശാലമാക്കണമെന്ന് ചോദിച്ചതുപോലെ നാം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ആത്മീയ വളർച്ചയ്ക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് അപേക്ഷിക്കണം. മനുഷ്യൻ്റെ ശക്തിയിലും ബന്ധങ്ങളിലും ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കൈ നമ്മോടുകൂടെ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ വഴികൾ സുരക്ഷിതവും അനുഗ്രഹീതവുമാകുന്നത്. ദൈവത്തോട് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്ന പ്രാർത്ഥന ദൈവം അവഗണിക്കാതെ കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നത് യാബേസിൻ്റെ ജീവിതം തെളിയിക്കുന്നു. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളുടെ അതിരുകൾ അങ്ങ് വിശാലമാക്കണമേ. ഞങ്ങളുടെ എല്ലാ വഴികളിലും അങ്ങേ കൈ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. അനർത്ഥങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. അനുഗ്രഹത്തിലും സംരക്ഷണത്തിലും സമത്വത്തോടെ ഞങ്ങൾ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.